നമ്മളിപ്പോൾ ഉള്ളത് ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ശിവ സ്റ്റാച്ചു ആണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഒരുപാട് വിസിറ്റേഴ്സ്, ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. ഇതൊരു കടലിൻ്റെ തീരത്താണ് കേട്ടോ, കടലിൻ്റെ സൈഡിലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് അമ്പലം. ഇത് കോവളത്തു നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരത്തിലാണ് ആഴിമല ശിവ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 7:30 വരെയാണ് ടെമ്പിളിൻ്റെ ടൈമിങ്. ടെമ്പിളിൻ്റെ ടൈമിംഗ് അല്ല, ഇത് സ്റ്റാച്ചു കാണാനായിട്ടുള്ള ടൈമിംഗ് ആണ്. 7 AM to 7:30 PM വരെയായിരിക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കാറ്റും നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റിലാക്സ് ആവുന്ന ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈലൻ്റ് ഏരിയയാണ്. ഇതുകണ്ട അങ്ങ് അകലെ കാണുന്നത് ആഴിമല ബീച്ചാണ്. അപ്പോൾ കടലിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ശിവ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അകലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഒരു കപ്പൽ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ₹100 എൻട്രൻസ് ടിക്കറ്റ്. ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറണമെങ്കിൽ, ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ₹100 എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കണ്ട് നമ്മൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇതാണ് ശിവ ടെമ്പിളിൻ്റെയും ശിവ സ്റ്റാച്ചുവിൻ്റെയും വിശേഷങ്ങൾ. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ്. കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ താഴത്ത് കാണുന്നതാണ് ആഴിമല ബീച്ച്. അപ്പോൾ ഇവിടെ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫുഡ് കഴിക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ താഴെ കാണുന്ന ഈ പാർക്കിങ് റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിംഗ് ആണ്. ായിട്ട് കാണുന്നുണ്ട്, ഇതാണ് ബീച്ച് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാച്ചുവിൻ്റെ താഴെ നിന്നൊരു വ്യൂവും കൂടെ കിട്ടും, അതും കൂടെ നമുക്കൊന്ന് കാണാം. ഫുള്ളും കടലിൻ്റെ സൈഡാണ് കേട്ടോ. സ്റ്റാച്ചുവിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് ആഴിമല ക്ഷേത്രം. ക്ഷേത്രം ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവഴിയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ വരെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ടൂറിസ്റ്റ് വാഹനങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർക്ക് വലിയ വാഹനങ്ങളൊന്നും താഴത്തേക്ക് ഒരുപാട് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. ചെറിയ കാറ് പോലുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവരാം. ഇവിടെ വന്നിട്ട് മുകളിൽ പാർക്ക് ചെയ്യുന്ന വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കുറേ ഓട്ടോയും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട്. നല്ല കയറ്റമാണ്. അപ്പോൾ 2 സൈഡിൽ കൂടെ യാത്രക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുട്പാത്ത് പണിതുണ്ട്. അതുവഴി മാത്രം നടക്കുക. കാരണം നല്ല ഇറക്കത്തിൽ വാഹനങ്ങൾ സ്പീഡിൽ വരുന്നതുകൊണ്ട് അപകടം സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതുവഴി ഫുട്പാത്ത് സെപ്പറേറ്റായിട്ട് താഴത്തേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനായിട്ടും സെപ്പറേറ്റായിട്ട് ഫുട്പാത്ത് പണിതുണ്ട്. അതുവഴി മാത്രം കാൽനട യാത്രക്കാർ സഞ്ചരിക്കുക. നല്ല കയറ്റമാണ് കേട്ടോ. അപ്പം നടന്ന് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് താഴേന്ന് ഓട്ടോ വിളിച്ച് കയറാൻ പറ്റും. കാരണം ടൂറിസ്റ്റ് വാഹനങ്ങൾ, ടെമ്പോ ട്രാവലർ, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ മേളിൽ ചെന്നിട്ട് ഞാൻ മേളിലത്തെ പാർക്കിങ് കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു പാർക്കിംഗ് ഏരിയ. ഇതേപോലെ ഒരു 3-4 പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും.
നമ്മളിപ്പോൾ മേളിൽ കയറി എത്തി, മേളിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത് സൻതാര ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു പാർക്കിങ്ങും കൂടി ഉണ്ട്. ബസ്സൊന്നും ഇത്രയും ദൂരത്തേക്ക് കൊണ്ടുവരരുത് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ അടുത്തോട്ടൊന്നും ബസ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുള്ളും ട്രാഫിക് ജാം ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റിക്യൂ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതേപോലെ കുറേ പലഹാര ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള കുറേ പലഹാര ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെടുത്താലും 20 രൂപ ഉണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏതെടുത്താലും 20 രൂപ. അതേപോലെ തന്നെ വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കും കട ഉണ്ട്. നമ്മൾ ഈ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ പാർക്കിങ്ങാണിത്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പാർക്കിംഗ് ഇവിടെ ഉണ്ട്. വലിയ ബസ്സുകളൊക്കെ അവിടെ ഇടുന്നതായിരിക്കും ഉചിതം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അടുത്തേക്ക് വലിയ ബസ്സുകൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു പാർക്കിങ്. അവിടെ ഇടത് സൈഡിൽ കാണുന്നൊരു പാർക്കിങ്ങാണ്. ഈ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്.